ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പറയുന്ന കഥ 1001 രാവുകൾ എന്ന വിഖ്യാതമായ കഥാസമാഹാരത്തിലെ ഏറ്റവും നല്ല കഥകളിൽ ഒന്നാണ് നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന അലാവുദ്ദീനും അത്ഭുതവിളക്കും എന്ന കഥ നടക്കുന്നത് പുരാതനമായ ഒരു പൗരസ്ത്യ നഗരത്തിലാണ്. വളരെ പഴയ പേർഷ്യയിലെ ഒരു നഗരം നിങ്ങൾക്ക് മനസ്സിൽ കാണാവുന്നതാണ്. ഈ കഥയ്ക്ക് ഒരുപാട് പതിപ്പുകളുണ്ടെങ്കിലും നിങ്ങൾക്കായി ഏറ്റവും ലഘുവായ കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും മനസ്സ് ശാന്തമാക്കി വേറെ എല്ലാ ചിന്തകളും മറന്ന് കഥ കേൾക്കൂ. ഈ കഥയിലെ നായകൻ അലാവുദ്ദീൻ അല്ലെങ്കിൽ അലീം. അവനൊരു സാധാരണക്കാരനായിരുന്ന തയ്യൽക്കാരൻ്റെ മകനായിരുന്നു. എന്നാൽ വില്ലനാകട്ടെ ആഫ്രിക്കയിൽ നിന്നും വന്ന ഒരു മന്ത്രവാദിയും. അത്ഭുത ശക്തികളുള്ള ഒരു വിളക്കിനെക്കുറിച്ച് അറിവ് കിട്ടിയ അയാൾ അതെടുക്കാനായി ഒരാളുടെ സഹായം വേണ്ടിയിരുന്നു. അതിനായി അയാൾ കണ്ടെത്തിയ ബാലനായിരുന്നു അലീം. ഇനി ഞാൻ കഥയിലോട്ട് നിങ്ങളെ കൊണ്ടുപോകാം. വളരെ പഴയ കാലം. ഇന്നത്തെ പോലെ വലിയ കെട്ടിടങ്ങളോ വാഹനങ്ങളുടെ ശബ്ദമോ ഇല്ലാത്തൊരു കാലം. അന്ന് മരുഭൂമികളുടെ നടുവിൽ മണലാൽ ചുറ്റപ്പെട്ട ഒരു ശാന്തമായ നഗരമുണ്ടായിരുന്നു. ആ നഗരത്തിന്റെ പേര് പലർക്കും അറിയില്ലായിരുന്നു. ആളുകൾ അതിനെ മണൽ നഗരം എന്നാണ് വിളിച്ചിരുന്നത്. പകൽ സമയങ്ങളിൽ ആ നഗരം വളരെ തിരക്കുള്ളതായിരുന്നു. ചന്തകളിൽ ആളുകളുടെ സംസാര ശബ്ദം, കച്ചവടക്കാരുടെ വിവിളികൾ, ഒട്ടകങ്ങളുടെ കാൽ ശബ്ദം എല്ലാം കൂടി നഗരത്തെ ജീവനുള്ളതാക്കി. പക്ഷെ രാത്രി വന്നാൽ നഗരം പൂർണ്ണമായും മാറും. വിളക്കുകളുടെ മഞ്ഞ വെളിച്ചം, ശാന്തമായ കാറ്റ്, ആകാശത്ത് നിറഞ്ഞ നക്ഷത്രങ്ങൾ എല്ലാം ചേർന്ന് ഒരു സ്വപ്നലോകം പോലെയാകും. ആ നഗരത്തിന്റെ ഒരറ്റത്ത് വളരെ ചെറിയൊരു കുടിലുണ്ടായിരുന്നു. മണ്ണുകൊണ്ടും പഴയ മരക്കഷ്ണങ്ങളാലും ഉണ്ടാക്കിയ കുടിൽ. അതിലാണ് അലീം എന്നൊരു ബാലനും അവന്റെ അമ്മയും താമസിച്ചിരുന്നത്. അലീം 17 വയസ്സുള്ള ഒരു ബാലനായിരുന്നു. അവന്റെ കണ്ണുകളിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ മുഖത്ത് എപ്പോഴും ഒരു നിഷ്കളങ്കത കാണാമായിരുന്നു. അവൻ ആരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാറില്ല. ആരെങ്കിലും ദുഃഖത്തിലായാൽ അവന്റെ മനസ്സും ദുഃഖിക്കും. അങ്ങനെയായിരുന്നു അമ്മ അവനെ വളർത്തിയത്. അലീമിന്റെ അച്ഛൻ അവൻ വളരെ ചെറുപ്പത്തിലിരിക്കെ തന്നെ മരിച്ചു. അച്ഛന്റെ ഓർമ്മകൾ അലീമിന് അധികമൊന്നുമില്ല. പക്ഷെ അമ്മയുടെ കണ്ണുകളിൽ കാണുന്ന ദുഃഖം കണ്ടാണ് അവൻ അച്ഛനെ അറിയുന്നത്. അമ്മ, അവൾ വളരെ സ്നേഹമുള്ള സ്ത്രീയായിരുന്നു. ജീവിതം അവളെ പലതവണ പരീക്ഷിച്ചു. എങ്കിലും അവൾ പുഞ്ചിരി മറച്ചില്ല. അവൾ അലീമിനോട് എപ്പോഴും പറയും, നമുക്ക് പണം കുറവായിരിക്കാം മകനെ, പക്ഷേ മനസ്സിൽ ദയയുണ്ടായാൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അലീം അത് ശ്രദ്ധയോടെ കേൾക്കും. അവൻ അമ്മയെ ഏറെ സ്നേഹിച്ചു. അമ്മയ്ക്ക് വിശ്രമം നൽകാൻ അവൻ ചെറുപ്പത്തിൽ തന്നെ ജോലി തുടങ്ങുകയായിരുന്നു. രാവിലെ സൂര്യൻ ഉയരുമ്പോൾ അലീം കുടിലിനു മുന്നിൽ നിന്ന് ആകാശത്തേക്ക് നോക്കും. പിന്നെ അമ്മയോട് പറയും, അമ്മേ, ഞാൻ ചന്തയിലേക്ക് പോകാം, ഇന്ന് എന്തെങ്കിലും ജോലി കിട്ടും. അമ്മ അവന്റെ തലയിൽ കൈവച്ച് പറയും, ശ്രദ്ധയോടെ പോവും മകനെ, ഒരിക്കലും തെറ്റൊന്നും ചെയ്യരുത്. അലീം ചന്തയിലേക്ക് പോകും. അവിടെ അവൻ ചെറിയ ജോലികൾ ചെയ്യും. ആരുടെയെങ്കിലും സാധനം എടുത്തുകൊടുക്കും. ആരെങ്കിലും വിളിച്ചാൽ വെള്ളം കൊണ്ടുവരും. കിട്ടുന്ന ചെറിയ നാണയങ്ങൾ അവൻ സൂക്ഷിച്ചു വയ്ക്കും. എന്നിട്ട് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കും. അമ്മയ്ക്ക് വലിയ സന്തോഷമാകും. ചില ദിവസങ്ങളിൽ അവൻ ഒന്നും കിട്ടാതെ വരും. അന്ന് വൈകുന്നേരം അവൻ വിഷമത്തോടെ വീട്ടിലേക്ക് മടങ്ങും. അമ്മയത് കണ്ടാൽ അവനെ ചേർത്ത് പിടിച്ചു പറയും, വിഷമിക്കണ്ട, നാളെ വീണ്ടും സൂര്യൻ ഉദിക്കുമല്ലോ. രാത്രി വന്നാൽ അലീമിന് ഏറ്റവും ഇഷ്ടമുള്ള സമയം. അവൻ കുടിലിന്റെ പുറത്തേക്ക് കിടന്ന് ആകാശം നോക്കും. നക്ഷത്രങ്ങൾ എണ്ണാൻ ശ്രമിക്കും. ഓരോ നക്ഷത്രവും അവനോട് കഥ പറയുന്നത് പോലെ തോന്നും. അവൻ പതുക്കെ പറയും, അച്ഛാ, നീ എവിടെയാണെങ്കിലും അമ്മയെ കാത്തോളൂ. ഞാനൊരു ദിവസം അമ്മയെ വളരെ സന്തോഷിപ്പിക്കും. അലീമിന്റെ ജീവിതം അങ്ങനെ ശാന്തമായി പോകുമ്പോഴാണ് ഒരു നാൾ അവന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരാൾ നഗരത്തിലേക്ക് വരുന്നത്. അവൻ ആരായിരുന്നു? അയാൾ നഗരത്തിലേക്ക് വന്ന ദിവസം ചന്തയിൽ എല്ലാവരും അവനെ ശ്രദ്ധിച്ചു. നല്ല വസ്ത്രം, കഴുത്തിൽ പൊൻചങ്ങല, കണ്ണുകളിൽ കപടമായ തിളക്കം. അയാൾ അലീമിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അലീമിന്റെ അച്ഛന്റെ സഹോദരനാണ്, അവന്റെ അമ്മാവൻ. അമ്മയ്ക്ക് ഉറപ്പായിരുന്നു അങ്ങനെ ഒരു സഹോദരൻ ഇല്ലെന്ന്. അലീമേ, അകത്തുപോ, അമ്മ പതുക്കെ പറഞ്ഞു. പക്ഷേ അമ്മാവൻ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ടു വന്നു. എന്റെ സഹോദരന്റെ മകനല്ലേ, അവൻ പറഞ്ഞു. ഇത്ര നാൾ കഴിഞ്ഞല്ലോ. അലീം ഒന്നും പറഞ്ഞില്ല. അവൻ അമ്മയെ നോക്കി.
അമ്മയുടെ കണ്ണുകളിൽ സംശയവും ഭയവുമുണ്ടായിരുന്നു. അമ്മാവൻ ഇരുന്നു. അവൻ നഗരത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ദൂരദേശങ്ങൾ, സ്വർണം, നിധികൾ എല്ലാം. അലീം കൗതുകത്തോടെ കേട്ടിരുന്നു. പക്ഷേ അമ്മയുടെ മനസ്സ് ശാന്തമായിരുന്നില്ല. അയാൾ പറഞ്ഞ പാടത്തെ കഥകൾ കേട്ടപ്പോൾ സംശയത്തോടെ അവൾ അത് സമ്മതിച്ചു. കൂടെ കുറച്ചു നാണയങ്ങളും കൊടുത്തു. അവളുടെ ഹൃദയം ഒരപകടം വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അയാൾ പറഞ്ഞുകഴിഞ്ഞ് അവർക്ക് നൽകിയ നാണയങ്ങളും ഉപഹാരവും കണ്ടപ്പോൾ അമ്മയ്ക്ക് വേറെ സംശയങ്ങളൊന്നുമില്ലാതായി. ഇവിടെ നിന്നാണ് അലീമിന്റെ യഥാർത്ഥ പരീക്ഷ ആരംഭിക്കുന്നത്. അമ്മാവൻ നഗരത്തിൽ കുറച്ച് ദിവസങ്ങൾ താമസിച്ചു. ഓരോ ദിവസവും അവൻ അലീമിനോട് കൂടുതൽ അടുത്തു. അവനോട് സ്നേഹത്തോടെ സംസാരിച്ചു. നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്തു. ചെറിയ കഥകൾ പറഞ്ഞു. അലീമിനെ അയാളോടൊരു വിശ്വാസം വളരാൻ തുടങ്ങി. ഒരു ദിവസം വൈകുന്നേരം അമ്മാവൻ അലീമിനെ പുറത്തേക്ക് വിളിച്ചു. അമ്മാവൻ പറഞ്ഞു, "ഇതൊരു മോതിരമാണ്, നീ കയ്യിലിട്ടോളൂ. ഇതെന്റെ സമ്മാനമാണ്." അവൻ അതിലോട്ട് നോക്കി. കല്ലുവെച്ച മോതിരം, കാണാനും നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് അമ്മാവൻ പറഞ്ഞു, "അലീമേ," അവൻ മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു, "നിനക്ക് ധൈര്യമുണ്ടോ?" അലീം ഒന്ന് അമ്പരന്നു. എന്നാലും തല കുലുക്കി. "നിനക്കൊരു വലിയ ഭാഗ്യം കാത്തിരിപ്പുണ്ട്. ഒരു ചെറിയ യാത്ര മാത്രം. അതിനുശേഷം നിന്റെ ജീവിതം മാറും. നിനക്കും അമ്മയ്ക്കും ഒരിക്കലും കഷ്ടതകൾ ഉണ്ടാകില്ല." അലീമിന്റെ കണ്ണുകൾ തിളങ്ങി. അമ്മയെ സന്തോഷിപ്പിക്കണമെന്ന ആഗ്രഹം അവന്റെ ഹൃദയത്തിൽ വീണ്ടും നിറഞ്ഞു. പക്ഷേ ആ വാക്കുകൾ അമ്മയുടെ കാതിൽ വീണപ്പോൾ അവളുടെ ഹൃദയം ശക്തമായി മിടിച്ചു. അവൾ അലീമിനെ തന്റെ അടുത്തേക്ക് വിളിച്ചു. "മകനെ," അവൾ പതുക്കെ പറഞ്ഞു, "അജ്ഞാതനായ ആരുടെയും വാക്കുകൾ എളുപ്പത്തിൽ വിശ്വസിക്കരുത്. യാത്രയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയമാണ്." അമ്മാവൻ ചിരിച്ചു. "ഭയപ്പെടേണ്ട, ഞാൻ അവന്റെ അമ്മാവനല്ലേ. എന്തപകടം വരും?" അവൻ വീണ്ടും നാണയങ്ങൾ പുറത്തെടുത്തു. അമ്മയുടെ കയ്യിൽ വെച്ചു. "ഇതൊരു ചെറിയ സഹായം മാത്രമാണ്," അവൻ പറഞ്ഞു. അമ്മയുടെ മനസ്സ് വീണ്ടും ദുർബലമായി. അവൾ അലീമിന്റെ മുഖം നോക്കി. അവന്റെ കണ്ണുകളിൽ എന്തോ പ്രതീക്ഷയുണ്ടായി. അവളുടെ ഹൃദയം പറഞ്ഞു, "വിടരുത്." പക്ഷേ അവളുടെ മനസ്സ് പറഞ്ഞു, "ഇതവന്റെ ഭാഗ്യമായേക്കാം." അവൾ ഒടുവിൽ പറഞ്ഞു, "ശ്രദ്ധയോടെ പോകണം. അമ്മയെ മറക്കരുത്." പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നതിനു മുൻപേ അമ്മാവനും അലീമും യാത്ര തുടങ്ങി. അമ്മ വാതിലിനു മുന്നിൽ നിന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. അലീം തിരിഞ്ഞു നോക്കി, കൈവീശി. "അമ്മേ, ഞാൻ വേഗം തിരിച്ചുവരും," അവൻ പറഞ്ഞു. പുലർച്ചെ സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പേ അമ്മാവനും അലീമും യാത്ര തുടങ്ങി. അമ്മ അവർ പോകുന്നത് നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അലീം തിരിഞ്ഞു നോക്കി, കൈവീശി. "അമ്മേ, ഞാൻ വേഗം തിരിച്ചുവരും," അവൻ പറഞ്ഞു. എന്നാൽ മരുഭൂമിയിലൂടെയുള്ള അവരുടെ യാത്ര എളുപ്പമല്ലായിരുന്നു. രാവിലെ സൂര്യൻ ഉയർന്നതോടെ മണൽ തീ പോലെ ചൂടായി. കാറ്റ് വീശുമ്പോൾ മണൽക്കണങ്ങൾ കണ്ണിലേക്കും വായിലേക്കും കയറും. അലീം പലതവണ ക്ഷീണിച്ചു നിൽക്കാൻ ശ്രമിച്ചു. "അമ്മാവാ, കുറച്ച് വിശ്രമിക്കാമോ?" അലീം പതുക്കെ ചോദിച്ചു. അമ്മാവൻ ഒരു നിമിഷം പോലും നിൽക്കാൻ തയ്യാറായില്ല. "ഇപ്പോൾ നിൽക്കരുത്," അവൻ കടുപ്പത്തോടെ പറഞ്ഞു. "സൂര്യൻ താഴുമ്പോൾ നമുക്ക് ലക്ഷ്യത്തിലെത്തണം." അലീം അമ്മയെ ഓർത്തു. അവളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. അവളിപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും? അവൾ അവനെ ഓർത്ത് കരയുന്നുണ്ടാകുമോ? ആ ചിന്ത അലീമിന്റെ കണ്ണുകൾ നിറച്ചു. എങ്കിലും അവനൊന്നും പറഞ്ഞറിഞ്ഞില്ല. അവർ ഇടയ്ക്കിടെ ഒട്ടകക്കാർ കടന്നുപോയ വഴികളിലൂടെ നടന്നു. ചിലപ്പോൾ പഴയ കാൽപ്പാടുകൾ മാത്രം കാണും. ചിലപ്പോൾ എല്ലാം മണലിൽ മൂടിപ്പോകും. അമ്മാവൻ വഴി അറിയുന്നവനെ പോലെ മുന്നോട്ട് നടന്നു. "അമ്മാവൻ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടോ?" അലീം ചോദിച്ചു. അമ്മാവൻ ചെറിയൊരു പുഞ്ചിരി ചുണ്ടിൽ വരുത്തി. "പണ്ടൊരിക്കൽ," അവൻ പറഞ്ഞു. "പക്ഷെ അന്ന് ഭാഗ്യം എന്നെ കൈവിട്ടു." അവന്റെ ശബ്ദത്തിൽ ഒരു വിചിത്രമായ കഠിനത ഉണ്ടായിരുന്നു. അലീമിന് അത് മനസ്സിലായില്ല. ഉച്ചയ്ക്ക് അവരൊരു പാറയുടെ നിഴലിലിരുന്ന് വെള്ളം കുടിച്ചു. അലിമിന് കുറച്ചു വെള്ളം മാത്രമാണ് കിട്ടിയത്. "ഇനി വളരെ കഠിനമായ വഴിയാണ്," അമ്മാവൻ പറഞ്ഞു. സന്ധ്യയാകുമ്പോൾ ആകാശം ചുവപ്പും ഓറഞ്ചും നിറങ്ങളാൽ നിറഞ്ഞു. കാറ്റ് അല്പം ശമിച്ചു. ദൂരെ ഒരു കല്ലുകൂട്ടം കാണപ്പെട്ടു. "അതുതന്നെയാണ്," അമ്മാവൻ പറഞ്ഞു. "നമ്മൾ എത്തി." അവിടെ എത്തിയപ്പോൾ അലിമിന് വിചിത്രമായ ഒരു അനുഭവം തോന്നി. ആ സ്ഥലം വളരെ ശാന്തമായിരുന്നു. പക്ഷികളുടെ ശബ്ദമോ കാറ്റിന്റെ ശബ്ദമോ പോലും കേൾക്കാനില്ല.
കല്ലുകളുടെ നടുവിൽ ഒരു ചെറിയ തുറവുണ്ടായിരുന്നു. അത് വളരെ പഴയതുപോലെ തോന്നി. ചുറ്റും പൊട്ടിപ്പൊളിഞ്ഞ കല്ലുകൾ. അമ്മാവന്റെ കണ്ണുകൾ തിളങ്ങി. അവന്റെ ശ്വാസം വേഗമായി. ഇവിടെ കാത്തിരിക്കൂ, അവൻ പറഞ്ഞു. ഞാനെല്ലാം ഒരുക്കാം. അവൻ കല്ലുകൾ നീക്കി തുറവ് കൂടുതൽ വലിവാക്കി. അകത്തുനിന്ന് തണുത്ത കാറ്റ് പുറത്തേക്ക് വന്നു. അലിമിന്റെ ശരീരം വിറച്ചു. അമ്മാവാ, അലിം പതുക്കെ പറഞ്ഞു. ഇത് അപകടകരമല്ലേ? അമ്മാവൻ തിരിഞ്ഞു നോക്കി. അവന്റെ മുഖം പൂർണ്ണമായും മാറിയിരുന്നു. നീ പേടിയുള്ളവനാണോ? അവൻ ചോദിച്ചു. നിന്റെ അമ്മയെ സന്തോഷിപ്പിക്കണമെന്നില്ലേ? അലിം ഒന്നും പറഞ്ഞില്ല. അമ്മയുടെ മുഖം വീണ്ടും അവന്റെ മുന്നിൽ തെളിഞ്ഞു. അമ്മാവൻ സൂക്ഷ്മതയോടെ നോക്കി. അവന്റെ മോതിരം കയ്യിൽ തന്നെയുണ്ടോ എന്ന്. അമ്മാവൻ മനസ്സിൽ പറഞ്ഞു, ഈ മന്ത്രമോതിരമില്ലാതെ ആ വിളക്ക് ആർക്കും സ്പർശിക്കാൻ കഴിയില്ല. അകത്ത് കയറൂ, അമ്മാവൻ പറഞ്ഞു. ഒരു പഴയ വിളക്ക് മാത്രം എടുത്തു വരണം, മറ്റൊന്നും സ്പർശിക്കരുത്. അലീം ഇരുണ്ട തുറവിലേക്ക് നോക്കി. ഉള്ളിലൊന്നും കാണാനില്ല. പക്ഷെ അവിടെ എന്തോ അവനെ വിളിക്കുന്നത് പോലെ തോന്നി. അവൻ പതുക്കെ അകത്തേക്ക് കാൽനച്ചു. ഒരു കാൽ, പിന്നെ മറ്റേ കാൽ. പിന്നിൽ നിന്ന് അമ്മാവന്റെ ശബ്ദം കേട്ടു. വേഗം, സമയം കളയരുത്. അലീം കൂടുതൽ അകത്തേക്ക് കയറുമ്പോൾ പുറത്തെ വെളിച്ചം പതുക്കെ മങ്ങി. അപ്പോൾ ഒരു വലിയ ശബ്ദം. ഭൂമി കുലുങ്ങി. ഗുഹയുടെ വാതിൽ പകുതി അടഞ്ഞു. അവൻ ചെറിയ ഇരുട്ടിൽ പതിയെ മുന്നോട്ട് നടന്നു. അമ്മാവാ, അലീം നിലവിളിച്ചു. അമ്മാവൻ പറഞ്ഞു, നീ നടന്നോളൂ, മറ്റൊന്നും എടുക്കരുത്. നീ ഈ ഭൂമിയിൽ ആരും കാണാത്ത കാഴ്ചകളെല്ലാം കാണും. അങ്ങനെ അലീം ഒറ്റയ്ക്കായി. അവൻ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. വജ്രങ്ങളും സ്വർണങ്ങളുടെ കൂമ്പാരവും. മനസ്സില്ലാ മനസ്സോടെ അവൻ അതെല്ലാം കുറച്ചു വാരി കീശയിലാക്കി. പിന്നെയും നടന്നപ്പോൾ അതവൻ കണ്ടു. അമ്മാവൻ പറഞ്ഞ വിളക്ക്. അവൻ ആ വിളക്കെടുത്തു കയ്യിൽ വെച്ചു. അവൻ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. സ്വർണക്കൂമ്പാരം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെള്ളച്ചാട്ടം. ഭൂമി ഇങ്ങനെയുമുണ്ടോ? അവൻ മനസ്സിൽ പറഞ്ഞു. അവൻ തിരികെ അമ്മാവന്റെ അടുത്ത് വന്ന് വിളിച്ചു. അമ്മാവാ, എന്നെ പിടിച്ചു കയറ്റൂ. അമ്മാവൻ പറഞ്ഞു, ആദ്യം നീ ആ വിളക്കിങ്ങ് തരൂ. അവൻ ഒന്ന് ശങ്കിച്ചു. അമ്മാവൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എന്റെ കയ്യിലല്ലേ വിളക്ക്. എന്നെ വലിച്ചു കയറ്റിയാൽ വിളക്കും കിട്ടില്ലേ അമ്മാവന്? അവൻ മനസ്സിൽ പറഞ്ഞു. എന്നെ പുറത്തിറക്കിയാലേ വിളക്ക് തരൂ. അമ്മാവൻ തർക്കിച്ചു. അത് നടക്കില്ല. അവസാനം അമ്മാവൻ പറഞ്ഞു, നീ ഈ ഗുഹയിൽ കിടന്ന് മരിക്കേ, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. അതും പറഞ്ഞ് അമ്മാവൻ ആ ഗുഹവാതിലടച്ചു. ഗുഹയുടെ വാതിൽ പൂർണ്ണമായി അടഞ്ഞു. ഒരു നിമിഷം മുഴുവൻ നിശബ്ദം. പിന്നെ അലീം മനസ്സിലാക്കി, അവൻ ഒറ്റയ്ക്കാണ്. ഇരുട്ട്, ചുറ്റും കറുപ്പ് മാത്രം. അമ്മാവ, അവൻ വീണ്ടും വിളിച്ചു. പുറത്തുനിന്ന് ഒരു ശബ്ദവും വന്നില്ല. അമ്മാവൻ പോയിരിക്കുന്നു. അലീമിന്റെ ഹൃദയം ശക്തിയായി ഇടിച്ചു. കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി. ഞാൻ എന്ത് തെറ്റ് ചെയ്തു അമ്മേ? അവൻ പതുക്കെ പറഞ്ഞു. അവൻ നിലത്തിരുന്നു. ഭയവും ദുഃഖവും അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെയെല്ലാം പതറി നടന്നു. അവസാനം ക്ഷീണിതനായി ഒരു മൂലക്കിരുന്നു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസവും അങ്ങനെ പോയി. അവൻ പറഞ്ഞു, വിശന്ന് ഞാൻ ഇന്ന് മരിക്കും. പിറ്റേ ദിവസം അവൻ അവനോട് തന്നെ പറഞ്ഞു, ഞാനിവിടെ കിടന്ന് മരിക്കേണ്ടവനല്ല, എന്തേലും വഴി നോക്കണം. അപ്പോഴാണ് അവൻ അമ്മാവൻ തന്ന മാന്ത്രിക മോതിരത്തിന്റെ കാര്യമോർത്തത്. അമ്മാവൻ പറഞ്ഞിരുന്നു, ഈ മോതിരമിട്ടു മാത്രമേ വിലക്കെടുക്കാവൂ എന്ന്. അത് പിന്നെ അവൻ മറന്നേ പോയി. അവനത് പതിയെ തഴുകിയപ്പോൾ അതിൽ നിന്നും ഒരു വെളിച്ചമുയർന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? അവൻ പെട്ടെന്ന് പേടിച്ചു വിറച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് പുറത്തേക്കിറക്കൂ. അത് പറഞ്ഞതും അലീമിന് തല കറങ്ങുന്നത് പോലെ തോന്നി. കണ്ണു തുറന്നപ്പോൾ അവൻ വെളിയിൽ നിന്ന് പറഞ്ഞു, അത്ഭുതം. അവൻ വേറെ ഒന്നും ചിന്തിക്കാതെ എന്തെങ്കിലും കഴിക്കാനായി വേഗത്തിൽ നടന്നു. കുറെ ദൂരം നടന്നു ചെന്ന് അടുത്തുള്ള ഗ്രാമത്തിൽ ചെന്ന് കുറച്ച് വെള്ളം കുടിച്ചു. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്, അവന്റെ കീശയിലായി ആ വിളക്ക്. അവൻ നോക്കിയപ്പോൾ ആ വിളക്ക് പൊടി പിടിച്ച് ഇരുണ്ട അവസ്ഥയിലായിരുന്നു. അവൻ പറഞ്ഞു, ഇതിനു വേണ്ടിയാണോ അയാൾ എന്നെ കൊല്ലാൻ തുനിഞ്ഞത്? അയാൾ എന്റെ അമ്മാവനല്ലായിരുന്നു അല്ലേ? ഇതിലെന്താണെന്ന് നോക്കാനായി അത് തുടച്ചു. അവന്റെ കൈകൊണ്ട് തുടച്ചപ്പോൾ അവൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് വിളക്കിന്റെ വായിൽ നിന്ന് ഒരു മൃദുവായ നീല പുക ഉയർന്നു. അലീം ഭയത്തോടെ പിന്നോട്ട് നീങ്ങി. പുക പതുക്കെ വലുതായി. ഗുഹ മുഴുവൻ നിറഞ്ഞു. അപ്പോൾ ആ പുകയ്ക്കുള്ളിൽ നിന്ന് ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു.
എന്നിട്ട് പറഞ്ഞു, പറയൂ യജമാന, ഈ അടിയൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? അവനൊന്നാലോചിച്ചു, എന്താണിത്? അത്ഭുതം! ഇതിനുവേണ്ടിയാണ് ആ മനുഷ്യൻ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ? അവൻ ഭൂതത്തോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഭൂതം പറഞ്ഞു, ഈ വിളക്ക് കൈവശമുള്ള ആറാണ് എൻ്റെ യജമാനൻ. എന്നെ വിളിച്ച് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞാൽ എന്തായാലും ഞാൻ നടത്തിത്തരും. കൊള്ളാം. അവന് വേറെ ഒരു ചിന്തയുമില്ലായിരുന്നു അപ്പോൾ. അവൻ പറഞ്ഞു, എന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ അമ്മയുടെ അടുത്തെത്തിക്കൂ. ഭൂതം കൈവീശിയതും അവൻ്റെ കണ്ണുകൾ അടഞ്ഞു. അവൻ കണ്ണടച്ചു തുറന്നപ്പോൾ അമ്മയുടെ അടുത്തെത്തി. അമ്മ അവന്റെ കൺമുന്നിലിരിക്കുന്നു. കണ്ണുകൾ ചുവന്നിരുന്നു. കയ്യിൽ പഴയ ഒരു തുണി. അമ്മേ, അലീം പതുക്കെ വിളിച്ചു. അമ്മ ആദ്യം വിശ്വസിച്ചില്ല. അവളുടെ കണ്ണുകൾ മങ്ങിയിരുന്നു. അവൾ വീണ്ടും നോക്കി. നീ അലീമേ? അവളുടെ ശബ്ദം വിറച്ചു. അടുത്ത നിമിഷം അവൾ ഓടി വന്നു. എന്റെ മകനെ! അവൾ അലീമിനെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും ഒന്നും പറയാതെ കരഞ്ഞു. നേരമേറെ കഴിഞ്ഞു. നീ എവിടെയായിരുന്നു? അമ്മ ചോദിച്ചു. അലീം അമ്മയെ ശാന്തമാക്കി. എല്ലാം പറഞ്ഞു. ഗുഹ, അമ്മാവൻ, വഞ്ചന, മാന്ത്രിക മോതിരം, വിളക്ക്, ഭൂതം. അമ്മ അത്ഭുതത്തോടെ കേട്ടിരുന്നു. അപ്പോൾ അവൻ നിന്നെ കൊല്ലാൻ നോക്കിയല്ലോ? അമ്മ പറഞ്ഞു. അയാൾ കളവ് പറഞ്ഞതാണമ്മേ. എന്റെ അമ്മാവനല്ല അയാൾ. അലീം തലകുനിച്ചു. വിളക്കിനു വേണ്ടിയായിരുന്നു അമ്മേ. അമ്മ വിളക്ക് കയ്യിലെടുത്തു. അത് നോക്കി. ഇതുപോലുള്ള ശക്തി? അവൾ പതുക്കെ പറഞ്ഞു. നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കണം മകനെ. അലീം വിളക്ക് വീണ്ടും കീശയിൽ വെച്ചു. ഞാൻ ഒന്നും ആഗ്രഹിച്ചില്ല അമ്മേ. അമ്മയെ കാണണമെന്നല്ലാതെ. അമ്മ അലീമിന്റെ തല തഴുകി. ദൈവം നിന്നെ രക്ഷിച്ചു, അവൾ പറഞ്ഞു. അലീം അവന്റെ കുപ്പായത്തിൽ നിന്നും അവിടെ നിന്നെടുത്ത കുറേ വജ്രങ്ങളും രത്നങ്ങളും പുറത്തെടുത്ത് അമ്മയെ കാണിച്ചു. അത് കണ്ട അമ്മ അത്ഭുതപ്പെട്ടു. അവൾ പറഞ്ഞു, ഇതൊന്നും സുൽത്താന്റെ അരമനയിൽ പോലുമില്ല. ഇത് നമ്മൾ ആരെയും കാണിക്കരുത്. ആരേലും കണ്ടാൽ ആരും ഇതൊന്നും വിശ്വസിക്കില്ല. അവർക്കപ്പോൾ വിശപ്പുൽ എന്നല്ലാതെ വേറെ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കി അലീം പറഞ്ഞു, അമ്മേ, ഞാനിപ്പോൾ നമ്മളുടെ വിശപ്പ് മാറ്റാം. അതും പറഞ്ഞ് അവൻ ആ വിളക്കിൽ തഴുകി. അതാ വന്നു ഭൂതം. ആഞ്ചാപിച്ചാലും യജമാന. ഇത് കണ്ട അമ്മ തല കറങ്ങി പിറകോട്ടിരുന്നു. അലീം പറഞ്ഞു, പേടിക്കണ്ട അമ്മേ, ഇത് നമ്മുടെ കൂട്ടുകാരനാണ്. അലീം പറഞ്ഞു, ഞങ്ങളുടെ വിശപ്പ് മാറ്റാൻ എന്തേലും കൊണ്ടുവരൂ. ഇത് കേട്ട ഭൂതം ഉടനെ തന്നെ അവർ കണ്ണടച്ചു തുറന്നപ്പോൾ അവിടെ ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി വയ്ക്കുന്നു. ഇത് കണ്ടതും അമ്മ പിന്നെയും ബോധം പോയി താഴെയിരുന്നു. അത്ര മനോഹരമായിരുന്നു ആ വിഭവങ്ങൾ. അവർ അവന് നന്ദി പറഞ്ഞു അതെല്ലാം കഴിച്ചു. അന്ന് രാത്രി അവർ സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം പുലർച്ചെ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ വീടിന്റെ ചെറുവാതിലിലൂടെ അകത്തേക്ക് വീണപ്പോൾ അലീം ഉണർന്നു. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തൊരു ചിന്ത അവന്റെ മനസ്സിൽ ഉറച്ചുനിന്നു. ഇനി ജീവിതം പഴയപോലെ തുടരാൻ പാടില്ല. വിളക്കിന്റെ മായാജാലമുണ്ടെന്നതുകൊണ്ട് എല്ലാം അതിലൂടെ നേടണം എന്നത് ശരിയല്ലെന്ന് അവന് തോന്നി. അമ്മ പറഞ്ഞ വാക്കുകൾ അവന്റെ മനസ്സിൽ മുഴങ്ങി. സൂക്ഷിച്ചുപയോഗിക്കണം മകനെ. അവൻ എഴുന്നേറ്റ് പതുക്കെ നടന്ന് അമ്മയുടെ അടുത്തെത്തി. അവൾ മണ്ണിലെത്തിരുന്ന് ധാന്യം തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അലീം ഗുഹയിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കളിലേക്ക് നോക്കി. വജ്രങ്ങളും സ്വർണവും നിറഞ്ഞ കൂമ്പാരം. എങ്കിലും അവൻ എല്ലാം എടുക്കാതെ ഒരുപാട് ചിന്തിച്ച ശേഷം ഒരു സ്വർണത്തളിക മാത്രം കയ്യിലെടുത്തു. ഇത് മതി അമ്മേ, അവൻ ശാന്തമായി പറഞ്ഞു. ഇതിലധികം നമ്മൾ ഇന്ന് ഉപയോഗിക്കേണ്ട. അമ്മ അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ അഭിമാനം നിറഞ്ഞു. നീ ശരിയായ വഴിയിലാണ് നടക്കുന്നത്, അവൾ മനസ്സിൽ പറഞ്ഞു. അലീം തളിക പൊതിഞ്ഞ് ചന്തയിലേക്ക് നടന്നു. മുമ്പ് അവൻ അതേ വഴിയിലൂടെ പോയിരുന്നത് വിശപ്പോടെയായിരുന്നു. ഇന്ന് പ്രതീക്ഷയോടെയായിരുന്നു. ചന്തയിലെ ശബ്ദങ്ങൾ, വിളിച്ചു പറയുന്ന വ്യാപാരികൾ, മസാലകളുടെ മണം, എല്ലാം അവന് പുതിയതുപോലെ തോന്നി. ഒരു പഴക്കമുള്ള കടയിൽ അവൻ നിർത്തി. വ്യാപാരി തളിക കയ്യിലെടുത്തു. അത് തിരിച്ചും മറിച്ചു നോക്കി. വളരെ നേരം ഒന്നും പറഞ്ഞില്ല. പിന്നെ അവന്റെ കണ്ണുകൾ തിളങ്ങി. ഇത് സാധാരണ തളികയല്ല, അവൻ പറഞ്ഞു. ഇതുപോലൊരു പണി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വ്യാപാരി അലീമിന്റെ കയ്യിൽ 10 സ്വർണ്ണ നാണയങ്ങൾ വെച്ചു. അവനവ നോക്കി നിന്നു. അവന്റെ കൈകൾ അല്പം വിറച്ചു.
ജീവിതത്തിൽ ആദ്യമായാണ് അവൻ ഇത്രയും പണം കയ്യിൽ പിടിക്കുന്നത്. അവൻ നന്ദി പറഞ്ഞു വീട്ടിലേക്ക് മടങ്ങി. അമ്മ നാണയങ്ങൾ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത് മായാജാലം കൊണ്ട് നേടിയതല്ല, മകന്റെ ബുദ്ധിയാൽ നേടിയതാണെന്ന് അവൾക്കറിയാമായിരുന്നു. അവർ കുറച്ച് അരിയും സാധനങ്ങളും വാങ്ങി. ബാക്കിയുള്ള പണത്തിൽ അലീം ചെറിയ വ്യാപാരം തുടങ്ങി. ചെറിയ സാധനങ്ങൾ വാങ്ങി, വില കുറഞ്ഞത് തിരഞ്ഞെടുത്തു, അല്പം ലാഭത്തിൽ വിറ്റു. ദിവസങ്ങൾ വേഗം കടന്നുപോയി. അവൻ ദിവസേന ചന്തയിൽ പോകുന്ന ആളായി. ആളുകൾ അവനെ തിരിച്ചറിയാൻ തുടങ്ങി. വിശ്വാസത്തോടെ ഇടപാടുകൾ നടത്തി. ഇനി അവരുടെ വീട്ടിൽ വിശപ്പെന്ന വാക്ക് അപൂർവമായി. ഒരു ദിവസം നഗരം മുഴുവൻ അസാധാരണമായ തിരക്ക്. പൂക്കളും കൊടികളും കൊണ്ട് വഴികൾ അലങ്കരിച്ചിരിക്കുന്നു. ആളുകൾ ഒരേ വാക്കു പറയുന്നു: രാജകുമാരി വരുന്നു. അലീം ചന്തയുടെ ഒരു വശത്തു നിന്നു. ആ കാഴ്ച കാണാൻ മാത്രമാണ് അവനും നിന്നത്. അവൾ എത്തിയ നിമിഷം ശബ്ദങ്ങളെല്ലാം മങ്ങിയതുപോലെ അവന് തോന്നി. അവൾ രാജകുമാരിയായിരുന്നു. പക്ഷേ അവളുടെ മുഖത്ത് അഹങ്കാരമില്ല, നടപ്പിൽ അഹങ്കാരമില്ല. അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക കരുണ. അലീമിന്റെ ഹൃദയം ഒരു നിമിഷം നിശബ്ദമായി. അവൻ അറിയാതെ തന്നെ അവളുടെ മുഖം നോക്കി നിന്നു. ആ ദിവസം മുഴുവൻ അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. വീട്ടിലെത്തി അവൻ അമ്മയുടെ അടുത്തിരുന്നു. അമ്മേ, അവൻ പതുക്കെ തുടങ്ങി, എനിക്കൊരാളെ ഇഷ്ടമായി. അമ്മ ചിരിച്ചു. അതിലെന്തുണ്ട്? പിന്നെ അവൻ പറഞ്ഞത് കേട്ടപ്പോൾ അവളുടെ മുഖം മാറി. രാജകുമാരിയോ? അവൾ ചോദിച്ചു. അലീം തലകുനിച്ചു. അതെ അമ്മേ, ഞാൻ അവളെ സ്നേഹത്തോടെ സൂക്ഷിക്കും. അമ്മ ഭയപ്പെട്ടു. എങ്കിലും അവന്റെ കണ്ണുകളിൽ അവൾ സത്യം കണ്ടു. അഹങ്കാരമില്ല, ഇഷ്ടം മാത്രം. അവൾ ദൈവത്തെ ഓർത്തു. അവന്റെ വാശിയിൽ അവൾക്കത് സമ്മതിക്കേണ്ടി വന്നു. പിന്നെ ഒരു തീരുമാനമെടുത്തു: എന്തും വരട്ടെ. അടുത്ത ദിവസം അവൾ ആ അമൂല്യ വജ്രങ്ങളും രത്നങ്ങളും എടുത്ത് രാജാവിന്റെ അരമനയിൽ ചെന്നു. രാജാവിനെ കാണാൻ കുറേ കാത്തുനിന്നു. എങ്കിലും കാണാൻ സാധിച്ചില്ല. അടുത്ത ദിവസവും പോയി. അന്നും കണ്ടില്ല. കുറച്ചുനാൾ അങ്ങനെ തന്നെ ആ രാജവേദിയിൽ രാജാവിനെയും കാത്തുനിന്നു. രാജാവ് അവളെ ശ്രദ്ധിച്ചിരുന്നു. രാജാവ് ഒരു ദിവസം ചോദിച്ചു: നീ ആരാണ്? എല്ലാ ദിവസവും ഇവിടെ വരുന്നുണ്ടല്ലോ, കാര്യം പറയൂ. അവൾ കാര്യം പറഞ്ഞ് എന്നിട്ട് തന്റെ കയ്യിലുള്ള ഉപഹാരങ്ങളും തുറന്നുകാട്ടിയപ്പോൾ രാജാവും മന്ത്രിമാരും അമ്പരന്നു. ഇത് സമ്പത്ത് മാത്രമല്ല, ഇത്രയും അമൂല്യമുള്ള രത്നങ്ങൾ ഈ കൊട്ടാരത്തിൽ പോലുമില്ല. രാജാവ് പറഞ്ഞു: നമ്മൾ ഇതിൽ സന്തുഷ്ടനാണ്. പക്ഷെ ഇതുകൊണ്ടും മാത്രം എന്റെ രാജകുമാരിയെ നൽകാൻ സാധിക്കില്ല. നിന്റെ മകനോട് ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മളെ മറ്റേതെങ്കിലും രീതിയിൽ മതിപ്പ് വരുത്തുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. രാജാവിന് ഉറപ്പായിരുന്നു അങ്ങനെയൊന്നുണ്ടാകില്ല എന്ന്. കൊട്ടാരത്തിൽ നിന്നും തിരികെ വന്ന അമ്മ കാര്യങ്ങൾ വിവരിച്ചു. അലിമിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവൻ വേറെ ഒന്നും ചിന്തിക്കാതെ തന്റെ ചങ്ങാതിയായ ഭൂതത്തെ വിളിക്കാൻ തീരുമാനിച്ചു. അവൻ ആ വിളക്കിൽ തഴുകി. അതാ വന്നു ഭൂതം, ആജ്ഞാപിച്ചാലും യജമാന. അലിം പറഞ്ഞു: മഹാരാജാവ് എനിക്ക് സ്വന്തം മകളെ കല്യാണം കഴിച്ചു തരാൻ സമ്മതിച്ചിരിക്കുന്നു. അതിനായി എനിക്ക് മഹാരാജാവിനെ സന്തുഷ്ടനാക്കിയാൽ മാത്രമേ അത് നടക്കൂ. എനിക്ക് അതിനായി എല്ലാം ചെയ്തു തരിക. ഭൂതം പറഞ്ഞു: ആജ്ഞ പോലെ. ഉടനെ തന്നെ അവിടെ കുറേയേറെ അംഗരക്ഷകരെയും കുതിരകളും അമൂല്യ രത്നങ്ങളും ഒരുക്കി. അവയെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്നവയായിരുന്നു. അവന്റെ ഉള്ളിലെ ആത്മവിശ്വാസം ഉയർന്നു. അവന് നല്ല വസ്ത്രങ്ങൾ നൽകി. ഇപ്പോൾ അലിമിനെ കണ്ടാൽ തനി രാജകുമാരൻ തന്നെ. ആരും കൊതിക്കും. അലിം അങ്ങനെ വൈഭവത്തോടെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തുടങ്ങി. പാതയിൽ കുതിരകൾ സജീവമായി സഞ്ചരിച്ചു. സേവകർ മൂലികകളും വെള്ളപ്പൂക്കളും കയ്യിൽ കരുതി മഴക്കാലത്തിന്റെ മഞ്ഞള നിറമുള്ള പകലിൽ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. രാജാവ് അവനെ കണ്ട് അത്ഭുതപ്പെട്ടു. അലിം രാജാവിനും കൊട്ടാരത്തിലെ മന്ത്രിമാർക്കും സ്വർണത്തളികയും വജ്രങ്ങളും തുറന്നുകാട്ടി. രാജാവ് പറഞ്ഞു: ഇത് സമ്പത്തു മാത്രമല്ല, നീ വാഗ്ദാനം പാലിക്കുന്നവനാണ്. ഇവന്റെ മനസ്സ് അതിനേക്കാൾ വലിയതാണ്. അലിമിന്റെ ആത്മാർത്ഥത, വിവേകം, ആദരവ്, സൗന്ദര്യം ഇവ കൃത്യമായി രാജാവിന്റെ ഹൃദയത്തിൽ ഇടം നേടി. അങ്ങനെ രാജാവ് രാജകുമാരിയെ അലിമിന് വിവാഹം ചെയ്തു കൊടുക്കാൻ സമ്മതിച്ചു. പക്ഷേ ഒരു നിബന്ധന രാജാവ് പറഞ്ഞു: രാജകുമാരിക്ക് പുതിയൊരു കൊട്ടാരം നിർമ്മിച്ചു നൽകേണ്ടതാണ്. അത് കഴിഞ്ഞു മാത്രമേ വിവാഹം നടക്കൂ. അലിം താൽക്കാലികമായി സമ്മതിച്ചു. അവൻ അറിയാമായിരുന്നു അതവന് വളരെ നിസ്സാരമാണെന്ന്. അതിനായി അവൻ രാജാവിനോട് കുറച്ച് ഭൂമി ചോദിച്ചു. രാജാവ് കൊട്ടാരത്തിന്റെ അടുത്തുതന്നെ തനിയായ നല്ല ഭൂമി കൊടുത്തു. എന്നിട്ട് അലിം പറഞ്ഞു: കൊട്ടാരം ഞാൻ പണിഞ്ഞുകൊള്ളാം. രാജാവ് സമ്മതിച്ചു. അവൻ തിരികെ സന്തോഷമായി പോയി.
അലീം ആ രാത്രി ഒരു നിമിഷം പോലും ഉറങ്ങിയില്ല. രാജാവിൻ്റെ വാക്കുകൾ അവൻ്റെ മനസ്സിൽ മുഴങ്ങി. ഒരു പുതിയ കൊട്ടാരം. അത് കേട്ടപ്പോൾ മറ്റുള്ളവർക്ക് അസാധ്യമായി തോന്നിയേക്കാം. പക്ഷേ അലീമിന് അതൊരു ഭാരമായിരുന്നില്ല. അവൻ്റെ കൈവശം ആ വിളക്കുണ്ടായിരുന്നു. അതോടൊപ്പം അവൻ്റെ ഉള്ളിൽ ഉറച്ച ആത്മവിശ്വാസവും. പുലർച്ചെ വെളിച്ചം വീടിനുള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അലീം എഴുന്നേറ്റു. അമ്മയെ നോക്കി ഒരു പുഞ്ചിരി നൽകി. പിന്നെ പതുക്കെ വിളക്ക് കയ്യിലെടുത്തു. അവൻ പുറത്തേക്കിറങ്ങി. രാജാവ് നൽകിയ ഭൂമിയുടെ നടുവിൽ നിന്നു. അതിപ്പോഴും ശൂന്യമായിരുന്നു. പക്ഷേ അലീമിൻ്റെ കണ്ണുകളിൽ അവിടെ ഒരു കൊട്ടാരം ഇതിനകം തന്നെ ഉയർന്നിരുന്നു. അവൻ വിളക്കിൽ കൈവച്ചു തഴുകി. നിമിഷങ്ങൾക്കകം മൃദുവായ നീലപ്പുക ആകാശത്തോളം ഉയർന്നതുപോലെ ഭൂതം അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആജ്ഞാപിക്കൂ യജമാന. ഭൂതത്തിൻ്റെ ശബ്ദത്തിൽ വിനയം നിറഞ്ഞിരുന്നു. അലീം ശാന്തമായി പറഞ്ഞു, രാജകുമാരിക്കായി ഒരു കൊട്ടാരം പണിയണം. മനുഷ്യൻ സ്വപ്നം കാണുന്നതിലും മനോഹരമായൊരു കൊട്ടാരം. ഇന്ന് രാത്രിക്ക് മുൻപേ അത് പൂർത്തിയാകണം. ഭൂതം തലകുനിച്ചു. ആജ്ഞ പോലെ. അവൻ കൈവീശിയ നിമിഷം ഭൂമി വിറച്ചു. കാറ്റ് ശക്തമായി വീശി. ആകാശം പ്രകാശിച്ചു. ശൂന്യമായിരുന്ന ആ ഭൂമിയിൽ ആദ്യമായി ഉയർന്നത് വെളുത്ത മാർബിൾ തൂണുകൾ. പിന്നെ സ്വർണത്താൽ പൊതിഞ്ഞ മതിലുകൾ. നീലയും പച്ചയും ചേർന്ന ഗുംബദങ്ങൾ. രത്നങ്ങൾ പതിപ്പിച്ച ജനാലകൾ. ഒരു സ്വപ്നം പോലെ കൊട്ടാരം ഉയർന്നു. ചന്ദ്രൻ ആകാശത്ത് തെളിഞ്ഞപ്പോൾ കൊട്ടാരം തന്നെ പ്രകാശിക്കുന്നതുപോലെ തോന്നി. നീലയും വെള്ളിയും ചേർന്ന പ്രകാശം ചുറ്റുപാടെ വീണു. രാത്രി മുഴുവൻ ഭൂതത്തിൻ്റെ മായാജാലം തുടർന്നു. പ്രവേശന കവാടങ്ങൾ, ഉദ്യാനങ്ങൾ, ജലാശയങ്ങൾ, സംഗീതം പോലെ ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ. പുലർച്ചെ സൂര്യൻ ഉദിച്ചപ്പോൾ കൊട്ടാരം പൂർണ്ണമായിരുന്നു. അടുത്ത ദിവസം രാവിലെ രാജാവ് തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് അകലെ എന്തോ തിളങ്ങുന്നത് കണ്ടു. അതെന്താണ്? അവൻ അമ്പരന്ന് ചോദിച്ചു. മന്ത്രിമാർ നോക്കി. ആർക്കും വാക്കുകൾ കിട്ടിയില്ല. ഒരു രാത്രിക്കുള്ളിൽ ഒരു കൊട്ടാരം! രാജാവ് ഉടൻ തന്നെ കുതിര കയറി അവിടേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ അവൻ്റെ ശ്വാസം നിൽക്കുന്നതുപോലെ തോന്നി. ഇത് മനുഷ്യരുടെ കൈപ്പണിയല്ല, രാജാവ് പതുക്കെ പറഞ്ഞു. കൊട്ടാരത്തിൻ്റെ ഓരോ ഭാഗവും രാജകീയത നിറഞ്ഞത്. പക്ഷേ അതിനൊപ്പം അവിടെ ഒരു ശാന്തതയും. നാട്ടുകാരെല്ലാം കൂടി. ആരും വിശ്വസിച്ചില്ല. ചിലർ കരുതി ഇത് ദൈവത്തിൻ്റെ അടയാളമെന്ന്. അലീം രാജാവിനെ ആദരവോടെ സ്വീകരിച്ചു. തലകുനിച്ചു. രാജാവ് അവനെ നോക്കി പറഞ്ഞു, നീ വാഗ്ദാനം പാലിച്ചു. ഇത്ര വേഗത്തിൽ, ഇത്ര മനോഹരമായി. അവൻ പ്രഖ്യാപിച്ചു, വിവാഹം നടക്കും. നഗരം മുഴുവൻ ഉത്സവമായി. വഴികൾ പൂക്കളാൽ നിറഞ്ഞു. വിളക്കുകൾ തെളിഞ്ഞു. സംഗീതം മുഴങ്ങി. വിവാഹദിനമെത്തി. രാജകുമാരി വെളുത്ത വസ്ത്രത്തിൽ ചന്ദ്രനെ പോലെ തിളങ്ങി. അവളുടെ മുഖത്ത് ലജ്ജയും സന്തോഷവും ഉണ്ടായിരുന്നു. അലീം രാജകീയ വേഷത്തിൽ തനി രാജകുമാരനായി. വിവാഹം നടന്നു. ജനങ്ങൾ ആഹ്ലാദിച്ചു. ആശീർവാദങ്ങൾ മഴ പെയ്തു. അവൻ തൻ്റെ അമ്മയെ കൊട്ടാരത്തിലെ ആദരവുള്ള സ്ഥാനത്തിരുത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതെൻ്റെ മകനാണ്, അവൾ മനസ്സിൽ പറഞ്ഞു. വിവാഹത്തിന് ശേഷം അലീം ആ പുതിയ കൊട്ടാരത്തിൽ തൻ്റെ സുന്ദരിയായ രാജകുമാരിയോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. അവൻ സമ്പന്നനായിരുന്നു, ശക്തിയുണ്ടായിരുന്നു. പക്ഷേ അവൻ വിനയം മറന്നില്ല. വിളക്ക് അവൻ സൂക്ഷിച്ചു. ഭൂതത്തെ സുഹൃത്തുപോലെ കണ്ടു. അത്യാവശ്യത്തിനല്ലാതെ ഒരിക്കലും ദുരുപയോഗം ചെയ്തില്ല. അങ്ങനെ വിശപ്പും ദുഃഖവും നിറഞ്ഞിരുന്ന ഒരു ദരിദ്രബാലന്റെ ജീവിതം ബുദ്ധിയും സത്യസന്ധതയും കൊണ്ട് ഒരു രാജകീയ കഥയായി മാറി. അതിനുശേഷം അവൻ രാജകുമാരിയുടെ സന്തോഷത്തോടെ ആ കൊട്ടാരത്തിൽ ജീവിച്ചു. പക്ഷേ ദൂരെയായി അന്ധകാരത്തിൽ 2 കണ്ണുകൾ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അമ്മാവന്റെ വേഷം ധരിച്ച മന്ത്രവാദി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. അവൻ പറഞ്ഞു, ഇനി എൻ്റെ സമയമാണ്. ഇപ്പോൾ ഈ കഥ കേട്ട് നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീണ് കാണുമല്ലേ? ഇപ്പോൾ നിങ്ങൾക്കുറങ്ങേണ്ട സമയമായോ? എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.
നമ്മളുടെ ചാനലിലെ പുതിയ വീഡിയോയ്ക്കായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ? ബെൽ ഐക്കണും അമർത്തുക. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നല്ല ദിവസം നേരുന്നു.